നമസ്കാരം. ഞാൻ ഇന്ന് പറശ്ശിനിയിൽ പോകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ മുത്തപ്പൻ ക്ഷേത്രമായ മുത്തപ്പൻ മടപ്പുര ക്ഷേത്രം എന്ന് പറയും. പറശ്ശിനിക്കടവാണത്. അത് നമ്മളെ തളിപ്പുറം പോകുന്ന വഴിക്കുന്ന് ധർമ്മശാലക്കുന്ന് വലത്തോട്ടുള്ള റോഡിലേക്ക് കയറി കുറച്ച് ദൂരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പറശ്ശിനി മുത്തപ്പൻ മടപ്പുര ക്ഷേത്രമാണ്. അടുത്തേക്ക് നമ്മളെപ്പോൾ സ്ഥിരം ഞാൻ എൻ്റെ ഏറ്റവും നല്ലൊരു വിശ്വാസിയ ഒരു ഇതാണ് മുത്തപ്പൻ. ഞാൻ എന്തിനും എനിക്ക് വിഷമം വന്നാലും ഞാൻ മുത്തപ്പനെ വിളിക്കുക. അപ്പോൾ പെട്ടെന്നൊരു പോകണമെന്നൊരു തോന്നല്. അപ്പോൾ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചാൽ എനിക്ക് 2 വിളക്ക് കൊടുക്കാനുണ്ടായിരുന്നു. എൻ്റെ ആഗ്രഹം സാധിച്ചു തന്നുകൊണ്ട് 2 വിളക്ക് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർ പെട്ടെന്ന് പറഞ്ഞപ്പോൾ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വെച്ചെന്തെങ്കിലും പോയേക്കാന്ന്. അപ്പോൾ നേരെ ഞാൻ ചെറിയ വീഡിയോസ് എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ മെല്ലെ പുറപ്പെടാൻ നോക്കട്ടെ. പുറപ്പെട്ടില്ല. ഞാൻ കുട്ടികൾ വരുമ്പോഴേക്കും ഞാൻ റെഡിയായി നിൽക്കാനാണ് പറഞ്ഞത്. അപ്പോഴേക്കും ഞാൻ ചെറിയൊരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ കുട്ടികൾ വന്ന് ഞാൻ നമുക്ക് എടുക്കാൻ ടൈം ഉണ്ടാവില്ല, ഇറങ്ങിയാലും ഓടലുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് വീഡിയോ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഗേറ്റെല്ലാം അടച്ച് ഇതാ ഞങ്ങൾ റെഡി ആയിക്കൊണ്ട് പോന്ന. അപ്പോൾ ഇതെൻ്റെ വീട്ടിൻ്റെ ഗേറ്റിൻ്റെ പുറമേയുള്ള റോഡിലേക്ക് കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നല്ല മഴയുണ്ട്. വെള്ളം കണ്ട റോഡ് മൊത്തം വെള്ളമാണ്. ഇതാ റോഡ് നിറയെ വെള്ളമാണ് വേണ്ട. മുന്നേയൊക്കെ ഈ റോഡ് താറിട്ടിട്ട് പൊട്ടിയതിൽ ഫുള്ള് ചളിയും വെള്ളം. ഇനിയിപ്പം പക്ഷേ താറിട്ടുകൊണ്ട് താറിട്ടതിൻ്റെ വെറും വെള്ളം മാത്രമേ ഉള്ളൂ. മറ്റിതിലേ കൂടെ നടന്നു പോകാനൊന്നും കഴിയില്ല. വെറും ചളിയായിട്ട് ഞങ്ങളൊന്നും പോലെയില്ല. വണ്ടി ഇല്ലാണ്ട് ഒരിക്കലും ഇതിൻ്റെ അകത്തോട്ട് നമ്മളെ റോഡ് മേലെ കൂടെ പോകാൻ പറ്റില്ല. ഇപ്പോൾ സെറ്റായി, നല്ല അടിപൊളിയായി. അപ്പോൾ ഇത് എൻ്റെ അവിടെ മോനാണ് വണ്ടി ഓടിക്കുന്നത്. മൂത്ത ആൾ വേക്കിലിരിക്കുന്നുണ്ട്. അപ്പോൾ നേരെ പറശ്ശിനിയിലേക്ക്. ഇതാണ് വളവട്ടണം പുഴ. വളവട്ടണം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കണ്ണൂരിലെ ഏറ്റവും വലിയ പുഴയാണിത്, വളവട്ടണം പുഴ. ഇപ്പോൾ രാത്രി ഉള്ള കാഴ്ചയാണിത്. ഞങ്ങൾ സന്ധ്യക്കാണ് പുറപ്പെട്ടത് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ശേഷം ഉള്ള കാഴ്ചയാണിത് കേട്ടോ, രാത്രി. അപ്പോൾ ഈ പാലത്തിൽ സ്ഥിരം ബ്ലോക്കായിരിക്കും. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്ലോക്കായിരിക്കും. 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ബ്ലോക്ക് ഉണ്ടായിട്ടാണ് പോകാറ്. പക്ഷേ ഇന്ന് വേഗം പോയിന്. വലിയ ബ്ലോക്കൊന്നും ഉണ്ടായില്ല എന്തോ ഭാഗ്യത്തിന്. ഒരു 5 മിനിറ്റ് ബ്ലോക്കിൽ കണ്ടിന്യൂ പോയിന് നമ്മൾ. പിന്നെ വേഗം ബ്ലോക്ക് നിർത്തിന്. അപ്പോൾ ഇത് യാത്ര ആദ്യം തുടരുന്നു. ബ്ലോക്ക് കഴിഞ്ഞിട്ട് രാത്രി കാലങ്ങളിലെ യാത്രാ കാഴ്ചകൾ. നല്ല പാലം കിടക്കുന്നത്, നല്ല ലൈറ്റും മറ്റുള്ള വാഹനത്തിൻ്റെ ലൈറ്റും ആകാശത്തിൻ്റെ നീലയും ഒക്കെ ആയിട്ട് അടിപൊളിയാണ് യാത്ര. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു അരമണിക്കൂർ വേണ്ട. കണ്ടോ, ഇതാണ് പറശ്ശിനിക്കടവിലുള്ള പുഴ. ഇത് മുത്തപ്പൻ്റെ വീടാണ് കേട്ടോ. ഇത് ഭക്ഷണശാലയാണ്. ഇത് ഭക്ഷണശാലയാണ്. ഇത് മുത്തപ്പൻ്റെ വീടാണിത്. അത് വീട് പോലെ തന്നെ അവർ വിളക്കും ഇതൊക്കെ വെച്ചിട്ട് ആചരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് മുത്തപ്പൻ്റെ വീട്. കണ്ടോ, പണ്ടത്തെ ഇല്ലം പോലത്തെ ഒരു വീടാണിത്. ഇത് ചോറുമാണ്. കുട്ടികൾക്കെല്ലാം ചോറ് കൊടുക്കുന്ന സ്ഥലമാണ്. ഇത് ചോറും. കണ്ടോ, ഇത് ചായ കുടിക്കുന്ന സ്ഥലം. എത്ര ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നാലും ഇവിടെ ഉണ്ടാവും. ചായ 8 മണി വരെ ഉണ്ടാവും. ഇത് ഉൾക്കാഴ്ചകളാണ്. ഫാൻസി കടകളാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഫോൺ അലൗഡല്ല. ഉള്ളിൽ നിന്ന് ഞാൻ തിരിച്ച് വരുന്നതായത് മുത്തപ്പൻ്റെ ഉൾഭാഗമാണിത്. ഫോൺ ഉള്ളിലേക്ക് പറ്റൂല. ഓക്കെ.